ശബരിമലയിൽ നിരോധനാജ്ഞ തുടരുന്നത് എന്തിനാ? കഴിഞ്ഞ കുറേ ആഴ്ചകളായി പത്തനംതിട്ട ജില്ലാ കളക്ടറോട് ചോദിച്ചാൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കും. കഴിഞ്ഞ ദിവസം BJPയുടെ 6 നേതാക്കൾ നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ചു. അതുകൊണ്ട് 144 ജനുവരി 14 വരെ നീട്ടണം. മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങിയതു മുതൽ അവസാനം നിരോധനാജ്ഞ നീട്ടിയ ഇന്നലെ വരെ പോലീസ് മേധാവി നിരത്തുന്നത് ഒരേ കാര്യമാണ്. നിലയ്ക്കലിൽ BJP നേതാക്കൾ നിരോധനാജ്ഞ ലംഘിച്ചു. ശബരിമലയിൽ നിരോധനാജ്ഞ ലംഘിച്ചവരുടെ പേരിൽ മാത്രം മാറ്റമുണ്ടെന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ കോപ്പി പേസ്റ്റ്. അന്നു മുതൽ ഇന്നലെ വരെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ജനുവരി 14 വരെ ശബരിമലയിൽ നിരോധനാജ്ഞ തുടരണമെന്നാണ്. ഇത് കണക്കിലെടുക്കാതെ കളക്ടർ 2 ദിവസം 4 ദിവസം ഈ കണക്കിൽ നിരോധനാജ്ഞ നീട്ടും. കഴിഞ്ഞ 16 മുതൽ 18 വരെ നിരോധനാജ്ഞ നീട്ടിയത് ഒരു കാരണവുമില്ലാതെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പതിവ് കോട്ടയായ 4 ദിവസം 2ആക്കി വെട്ടിക്കുറച്ചത്. ഈ പ്രഖ്യാപിക്കുന്ന കാലയളവിന് തൊട്ടു മുൻപ് അവിടെ നിരോധനാജ്ഞ ലംഘനവും നടന്നില്ല. BJP നേതാക്കൾ മറന്നുപോയതോ തിരക്കിൽപ്പെട്ടുപോയതോ ആകണം കാരണം. അപകടം മനസ്സിലാക്കിയ പോലീസ് പറഞ്ഞുകൊടുത്തിട്ടാകണം കൃത്യം 17-ന് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം 8 പേർ നിലയ്ക്കലിലെത്തി നിരോധനാജ്ഞ ലംഘിച്ച് അറസ്റ്റ് വരിച്ചു. നിരോധനാജ്ഞാ ലംഘനം കോമഡി ഷോ ആയി മാറിയിരിക്കുകയാണ് ഇവിടെ. ഒരു നിരോധനാജ്ഞയുടെ കാലയളവിൽ ഒരു പറ്റം BJPക്കാരെത്തി ലംഘിക്കും. അതിൻ്റെ പേരിൽ 4 ദിവസം നിരോധനാജ്ഞ നീട്ടും. വീണ്ടും ഒരു സംഘം എത്തും, ലംഘിക്കും, നീട്ടും. കഴിഞ്ഞ കുറേ നാളായി ഈ കള്ളനും പോലീസും കളിയാണ് ഇവിടെ നടക്കുന്നത്. 144 ലംഘിക്കുന്നതിന് പെറ്റി കേസാണ് എടുക്കുന്നത്. BJPക്കാർക്ക് ചുളുവിൽ പബ്ലിസിറ്റിയും കിട്ടും. ഈ ലംഘനത്തിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. ലംഘിക്കുന്നതിന് മുൻപ് ചാനൽ ഓഫീസുകളിൽ വിളിച്ച് ഞങ്ങളിതാ ലംഘിക്കാൻ പോകുന്നുവെന്ന് അറിയിക്കും. അവർ പാഞ്ഞു വരുമ്പോൾ പോലീസുമായി പിടിവലി, ഉന്തും തള്ളും, ശരണം വിളി, ആകെ ആഘോഷം. ചാനലുകളിൽ ഫ്ലാഷ് മിന്നിമറയും. പിറ്റേന്ന് പത്രങ്ങളിൽ പടം സഹിതം വാർത്ത. നഷ്ടം ഏതാനും മണിക്കൂറുകളുടെ കഷ്ടപ്പാട് മാത്രം. ഈ പേക്കൂത്തിന്റെ മറവിലാണ് നിലവിൽ ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കുന്നത്. ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ക്രമസമാധാനം നിലനിർത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും പൊതുമുതൽ സംരക്ഷിക്കുന്നതിനുമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇളവുങ്കൽ മുതൽ സന്നിധാനം വരെ എല്ലാ പ്രദേശങ്ങളിലും മുഴുവൻ റോഡുകളിലും ഉപറോഡുകളിലും നിരോധനാജ്ഞ ബാധകമാണ്. ഇളവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ നിയമവിരുദ്ധമായി സംഘം ചേരുന്നതും പ്രകടനം, പൊതുയോഗം, വഴിതടയൽ എന്നിവ നടത്തുന്നതും നിരോധിച്ചിട്ടുണ്ട്. ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് സമാധാനപരമായ ദർശനം, അവരുടെ വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം എന്നിവ നിരോധനാജ്ഞയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ഭക്തർക്ക് ഒറ്റയ്ക്കോ സംഘമായോ ദർശനത്തിനെത്തുന്നതിനോ ശരണം വിളിക്കുന്നതിനോ നാമജപം നടത്തുന്നതിനോ ഈ ഉത്തരവ് മൂലം യാതൊരു തടസ്സവുമില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെയും ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലും തുലാമാസ പൂജ സമയത്തും ചിത്ര ആട്ടവിശേഷ സമയത്തും മണ്ഡല മകരവിളക്കിനായി നട തുറന്നതു മുതലുള്ള ക്രമസമാധാന ലംഘനത്തിന്റെയും അക്രമ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലും സ്ഥലത്തെ സംഘർഷ സാധ്യത നേരിൽ ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ നടപടിക്രമം വകുപ്പ് 144 പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ നീട്ടിയത്. ക്രമസമാധാനം നിലനിർത്തുന്നതിന് മുൻകരുതലായി നിരോധനാജ്ഞയുടെ തൽസ്ഥിതി തുടരാവുന്നതാണെന്ന് ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും റിപ്പോർട്ട് നൽകി. ജില്ലയിൽ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവിധ അക്രമ സംഭവങ്ങളിൽ ഇതുവരെ 100 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ചതിന് BJP ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 8 പേരെ ഡിസംബർ 17-ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള ശബരിമലയിൽ പ്രതിഷേധക്കാർ പല ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ളതും ജനങ്ങളുടെയും തീർത്ഥാടകരുടെയും ഇടയിൽ നുഴഞ്ഞുകയറി പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇളവുങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ ക്രിമിനൽ നടപടിക്രമം വകുപ്പ് 144 പ്രകാരം ജനുവരി 14-ന് അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ ദീർഘിപ്പിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിയും റിപ്പോർട്ട് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.